പിള്ളേർ രണ്ടുപേരും കൂടെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയേക്കോട്ടോ. അവരെ കൊണ്ടാക്കിയിട്ട് തിരിച്ചിറങ്ങിയപ്പം അവിടെ ഒരു ഷോപ്പിൽ കയറി ഞാൻ തലയിൽ കിട്ടുന്ന കുറച്ച് ക്ലിപ്സ് വാങ്ങിച്ചു. അതിൻ്റെ ഒരു ഷോ ഓഫ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെട്ടിയ മുടിയൊക്കെ അത്യാവശ്യം നീണ്ടു വന്നു തുടങ്ങിയിട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് എൻ്റെ ആഗ്രഹം മുടിയൊന്ന് നീട്ടിയേക്കാന്നാ. ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. കുറേ നാൾ കഴിയുമ്പോൾ എനിക്ക് ബോറടിക്കുക, അപ്പം ഞാൻ വെട്ടിപ്പറിച്ച് കളയും കേട്ടോ. ഇപ്പോഴല്ലേ പറ്റുള്ളൂ. ചെറുപ്പത്തിലെ കാര്യം ഓർക്കുമ്പോഴേ എൻ്റെ മമ്മിയുണ്ടല്ലോ എൻ്റെ മുടിയെ തൊട്ടാൽ സമ്മതിക്കത്തില്ലായിരുന്നേ. എനിക്ക് ഒത്തിരി മുടിയുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെല്ലാവർക്കും തന്നെ അത്യാവശ്യം മുടിയുണ്ടായിരുന്നേ. സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ തുടങ്ങിയേ എനിക്ക് നീട്ടത്തിലുള്ള മുടിയുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഫ്രണ്ട്സൊക്കെ മുടി ബോബ് ചെയ്തും ക്രോപ്പ് ചെയ്തും ഫ്രണ്ടിൽ വെട്ടിയിട്ടൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ വീട്ടിൽ വന്ന് മമ്മിയോട് ഒത്തിരി കരഞ്ഞു പറയും, പക്ഷെ സമ്മതിക്കത്തില്ല. എന്നെ സ്കൂളിൽ വിടുന്നത് 2 സൈഡിലും മുടിയൊക്കെ പിന്നിക്കെട്ടി ഒരു റോസ് കളർ റിബണൊക്കെ കെട്ടിയാട്ടോ എന്നെ വിടുന്നത്. ഇപ്പം അത് ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരുവാ. ഞാൻ ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് മമ്മിയോട്. ഇപ്പോഴോ തോന്നുമ്പോൾ വെട്ടും, തോന്നുമ്പോൾ നീട്ടും. ഇപ്പം കുറച്ച് നീട്ട് വന്നിട്ടുണ്ട്, പക്ഷേ എത്ര നാളുണ്ടാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. ബോറടിച്ചാൽ അപ്പം കൊണ്ട് വെട്ടണം എന്ന് ഓർത്ത് തന്നെയാട്ടോ ഇരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂണിൻ്റെ കഥ പറഞ്ഞപ്പോൾ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഈ പറമ്പിക്കടെ കൂണ് പറിക്കാൻ പോകില്ലായിരുന്നോ? എന്ത് രസമായിരുന്നല്ലേ, കുഞ്ഞു കൊട പോലെ ഇരിക്കുന്നേ. നല്ല രസമായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇവിടുത്തെ കൂണിനൊന്നും അത്ര ടേസ്റ്റൊന്നുമില്ല കേട്ടോ. ഇവിടെ പാസ്തയ്ക്കകത്തും അങ്ങനെ ഓരോ സംഭവത്തിനകത്തൊക്കെ ഇവർ കൂണിടും. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിലാ കിട്ടുന്ന പറമ്പിൽ നിന്ന് നമ്മൾ പറിച്ചുകൊണ്ട് വന്ന് കിട്ടുന്ന ആ കൂണും അത് തോരൻ വയ്ക്കുമ്പോഴൊരു ടേസ്റ്റും കറിയൊക്കെ വെച്ച് തരുമായിരുന്നെന്ന് തോന്നുന്നു. ഏത് കാലത്തായിരുന്നു? മഴക്കാലത്താണ് ചൂടുകാലത്തായിരുന്നു കൂണുണ്ടാവുക? അതൊന്നും ഓർക്കുന്നില്ല. അന്ന് തിന്നൽ മാത്രമാണല്ലോ പരിപാടിയുള്ളൂ. അന്ന് വിലയില്ലാതിരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം എന്ത് വിലയാലേ. അതുപോലെ അന്നത്തെ ഓർമ്മകൾക്കും ഇപ്പം നല്ല മധുരമാണ്. അന്നും ഇഷ്ടമില്ലാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ജീവിതത്തിൽ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് പ്രായമാകും തോറും നമ്മുടെ ചെറുപ്പത്തിലേക്ക് തിരിഞ്ഞു നോക്കാനല്ലേ എല്ലാവർക്കും തന്നെ ഇഷ്ടം. എന്ത് ചെയ്യാനാ, കഴിഞ്ഞ കാലങ്ങളൊന്നും തിരിച്ചു കിട്ടത്തില്ലല്ലോ. ചിക്കനും കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്, കൂണ് തോരനും വെച്ചിട്ടുണ്ട്. ചോറുണ്ടേക്കാന്ന് വിചാരിച്ചപ്പോഴാണ് കേട്ടോ തലേ ദിവസത്തെ കപ്പ പുഴുങ്ങിയതിരിപ്പുണ്ട്. എന്നാൽ പിന്നെ ചിക്കൻ കറിയും കൂട്ടി കപ്പ തട്ടിയേക്കാന്ന് വിചാരിച്ചു. ചോറ് നാളെ നമുക്ക് കഴിക്കാമല്ലോ. കുറ്റം പറയതല്ലോ, കുറ്റിസിനുണ്ടാക്കിയ കപ്പ പുഴുക്കായിരുന്നേ. അതുകൊണ്ടാണോന്നറിയത്തില്ല, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് സ്നേഹം കൂടി ഇട്ടുകൊണ്ടായിരിക്കും അല്ലേ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.